ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയെ ദേ നമ്മുടെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് പത്രക്കാരും ടി വിക്കാരൊക്കെ എത്തിയിരിക്കുന്നു. അവരെല്ലാവരും കൂടെ വന്ന് ചോദ്യങ്ങളൊക്കെ ഓരോന്നായിട്ട് നയനയോട് ചോദിക്കുമ്പോൾ നയനയാണെങ്കിൽ ആരെയും കുറ്റം പറയുന്നില്ല കേട്ടോ. എൻ്റെ അച്ഛനാണ് ചെറുപ്പം നാൾ തൊട്ട് എൻ്റെ ഗുരു. അതുപോലെ തന്നെ ഞാൻ ഈ അനന്തപുരി തറവാട്ടിൽ വന്നതിന് ശേഷമാണ് ഈ ഭാഗ്യമൊക്കെ എനിക്കുണ്ടായത്. ഇവിടെ ഉള്ളവരെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഇതെല്ലാം നയന പറഞ്ഞു. ഒരു ബിസിനസ്മാൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഭർത്താവ് വിജയങ്ങൾ കൊയ്യുമ്പോൾ ആ വിജയത്തിൽ ഒരു പങ്കാളിയാകാൻ കഴിഞ്ഞത് എൻ്റെ മഹാഭാഗ്യമാണെന്നൊക്കെ നമ്മുടെ നയന പറഞ്ഞു. ഇതൊക്കെ കേട്ട് ആദർശിന് ഭയങ്കര സന്തോഷം കേട്ടോ. ദേവയാനി അന്നേരവും വല്ലാത്തൊരു ഇതിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഇഷ്ടമല്ലാത്ത രീതിയിൽ ജലജയും. അപ്പോൾ ഭാര്യയുടെ ഈ നേട്ടത്തിൽ സാറിന് എന്താ പറയാനുള്ളതെന്ന് ആദർശിനോട് അവർ ചോദിച്ചു. ഈ നേട്ടം നയനയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നും ഇതിന് ഞാൻ അത്ര പ്രോത്സാഹനമോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് തന്നെ അത്ഭുതമാണ് എൻ്റെ ഭാര്യ എന്നും പറഞ്ഞ് ആദർശ് പറഞ്ഞപ്പോൾ ദേവയാനി ഇങ്ങനെ നോക്കുക കേട്ടോ ദേഷ്യം കൊണ്ട്. ഇപ്പോൾ മുത്തശ്ശിയൊക്കെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. കാരണം നയന പറഞ്ഞതുപോലെ അധികം തയ്യാറെടുപ്പൊന്നും നടത്താതെ പെട്ടാതെയാണ് ഓരോ ഡിസൈൻസ് നയന വരയ്ക്കുന്നത്. അതൊന്നും ഇതുവരെ മോശമായിട്ടില്ല എന്ന് ആദർശ് പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതേ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അരികിലേക്ക് അവർ ചെന്നു. ഈ മൂർത്തീസ് ജ്വല്ലറിയുടെ നെടുന്തൂണെന്ന് പറയുന്നത് അത് സാറാണല്ലോ. സാറിന് നയനെക്കുറിച്ച് എന്താ പറയാനുള്ളത് എന്ന് അവർ ചോദിച്ചപ്പോൾ, ഇന്നത്തെ കാലത്ത് നിങ്ങൾ പെൺകുട്ടികൾ പിന്തുടരേണ്ട ഒരു സ്വഭാവക്കാരിയാണ് എൻ്റെ കൊച്ചുമോൻ്റെ ഭാര്യ നയന എന്നും പറഞ്ഞ് മുത്തശ്ശനും നയനയെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെയും ജലജയും ഇങ്ങനെ നോക്കുക. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇത്രയും വലിയ അംഗീകാരമൊക്കെ മോൾക്ക് കിട്ടുമ്പോഴും മോള് നല്ലൊരു കുടുംബിനിയാണെന്നും ഈ കുടുംബത്തിലെ എല്ലാ ജോലികളും ഓടി നടന്ന് ചെയ്യുന്ന കുട്ടിയാണ് നയനമോളെന്നും മുത്തശ്ശൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞു. അതിനിടയിൽ വീണ് കിട്ടുന്ന സമയത്താണ് ഈ നല്ല നല്ല ഡിസൈനുകളും മോള് വരയ്ക്കുന്നത്. അതിന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ രീതി എന്ന് നമ്മുടെ നയന അന്നേരം പറഞ്ഞു. എല്ലാവരെയും അംഗീകരിക്കുന്നവരാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ്, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആത്മവിശ്വാസം എൻ്റെ ഭർത്താവാണെന്നൊക്കെ നയന പറയണം. അദ്ദേഹം അത്രത്തോളം സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ടെന്നുള്ള കാര്യവും പറയുമ്പോൾ മുത്തശ്ശിയുടെ നേരെ ഇങ്ങനെ നോക്കുക കേട്ടോ. ഇന്ന് ഇവിടെ ഒരു ആഘോഷത്തിൻ്റെ പ്രതീതിയാണുള്ളത്. ഒരുപാട് അംഗങ്ങളുള്ള ഈ വീട്ടിൽ മരുമകളായി വന്നതുകൊണ്ടാണ് തനിക്ക് ഈ അവസരം കിട്ടിയതെന്നാണ് നയന പറയുന്നതെന്ന് വന്നവർ പറഞ്ഞു. അത് 100% സത്യമാണെന്നും ആ ചാനലുകാർ തന്നെ പറയുന്നു. അപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയുടെ പരിശുദ്ധിയുടെ കാര്യത്തിൽ നമ്മളെല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു സമയം ആ ഒരു ജ്വല്ലറിയുടെ മാറ്റുകൂട്ടാൻ ഇനിയും നയനയ്ക്ക് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങനെ അവിടെ നിന്ന് പോയി. അവരതൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ആദർശം നയന ഇങ്ങനെ നോക്കുക. എന്നിട്ട് നയനയുടെ കൈ പിടിച്ച് ആദർശ് കൺഗ്രാറ്റ്സ് പറയുന്നു. അത് കണ്ടപ്പോൾ നമ്മുടെ നയന മനസ്സ് നിറഞ്ഞു. അപ്പോൾ മനസ്സിടിഞ്ഞു ദേവയാനിക്ക്. ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. കണ്ടോ ഏട്ടത്തി, അവൾ പരിസരബോധമില്ലാതെ അവളുടെ കൈ പിടിച്ച് കുലുക്കുന്നത്. ഒരു അവാർഡ് കിട്ടിയെന്ന് വിചാരിച്ച് ഇത്രയ്ക്കൊക്കെ അഭിനന്ദനം വേണോ എന്ന് ജലജ ദേവയാനിയോട് ചോദിക്കാം. അപ്പോൾ എടാ മോനെ മതിയടാ, അല്ലെങ്കിൽ മോളുടെ കൈ ഒടിഞ്ഞു പോകുകയാണെന്ന് ജയൻ അന്നേരം അവിടെ നിന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും നമ്മളെല്ലാവരും നയനമോള് കാരണം ചാനലിലൊക്കെ വരാൻ പോവുക, ദേവയാനി ഉൾപ്പെടെ എന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞ ദേവയാനി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. മരുമോളുടെ പേരിലാണ് ഇനി അമ്മായിമ്മ അറിയപ്പെടാൻ പോകുന്നതെന്ന് ജലജ അന്നേരം ആക്കിയൊരു പറച്ചിലും കൂടി. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ഇങ്ങനെ കൈയൊക്കെ ചുരുട്ടി പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുക ദേഷ്യം കാരണേ. ആ ഒരു സിറ്റുവേഷൻ അവിടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന എല്ലാവരും ഉണ്ട്. അപ്പം നയനമോളെ ഡിസൈൻ സെക്ഷൻ്റെ ഹെഡായിട്ട് നിയമിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ ജയ എന്നൊക്കെ ചോദിക്കുന്നു മുത്തശ്ശൻ. അപ്പോൾ ഇത് ഞാൻ അച്ഛനോട് അങ്ങോട്ട് ചോദിക്കാനിരിക്കായിരുന്നു. ഉറപ്പായിട്ടും അതിനുള്ള അർഹത നയനമോൾക്കുണ്ടെന്ന് പറയുന്നു. ഇവിടെ ചിലർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറഞ്ഞ് മുത്തശ്ശൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത്. ദേവയാനി അങ്ങ് വന്ന് ഇത് കേട്ടുകൊണ്ട് നിൽക്കുക. നമ്മുടെ കമ്പനിയുടെ ഡിസൈനിങ് സെക്ഷൻ്റെ ഹെഡായിട്ട് നയനെ നിയമിക്കുന്ന കാര്യം അച്ഛൻ പറയുന്നതെന്ന് ദേവയാനിയോട് ജയൻ പറഞ്ഞു. അതിന് അവൾക്ക് ഇവിടെ ഒരുപാട് ജോലിയില്ലേ എന്ന് ജയൻ ചോദിച്ചു. ഇവിടുത്തെ ജോലിയൊക്കെ നിനക്കും ചിലച്ചയ്ക്കും കൂടി ചെയ്താലെന്താ, നിനക്കല്ലേ ഒരു പണിയില്ലാത്തതെന്ന് മുത്തശ്ശൻ നേരം ദേവയാനിയോട് ചോദിച്ചു കേട്ടോ. കണ്ണുരുട്ടിക്കൊണ്ട് നിൽക്കുക. ഇടയ്ക്ക് നയനമോള് പോയപ്പോൾ നിങ്ങൾ രണ്ടാളും അല്ലേ അടുക്കളയിൽ കയറിയിരുന്നതെന്നൊക്കെ ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അന്നുണ്ടാക്കിയതൊക്കെ ഇവർക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല അച്ഛാ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ജയൻ അന്നേരം ചോദിച്ചു. പിന്നെയെന്ന് പറഞ്ഞ് നിൽക്കുക ദേവയാനി. നയനമോൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏതെങ്കിലും നല്ല ദിവസം നോക്കിയിട്ട് ആദർശിനൊപ്പം നയനമോള് കമ്പനിയിലേക്ക് പോയിരിക്കണം. അങ്ങനെയെങ്കിൽ ആദർശിൻ്റെ ക്യാബിനടുത്ത് നയനമോൾക്ക് ഒരു ക്യാബിന് അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് കൈ ഉരുട്ടി നിൽക്കുന്നു. നീ വലിയൊരു കുടുംബത്തിൽ നിന്ന് വന്ന പെൺകുട്ടിയാ, അത് ഞങ്ങളെല്ലാവരും സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. എങ്കിലും അറിവ് കൊണ്ടും കഴിവുകൊണ്ടും നിന്നേക്കാളും ഒരുപാട് മുകളിലാണ് നിന്റെ മരുമകളെന്ന് പറഞ്ഞു. ദേവയാനിക്കൊന്നും ദഹിക്കുന്നേ ഇല്ല. കിടന്നങ്ങോട്ട് കലി മൂത്ത് നിൽക്കുക. എന്നിട്ടാണ് ഈ വീട്ടിൽ ഇനി വരാൻ പോകുന്ന പെൺകുട്ടിയാണ് ഈ കുടുംബത്തിലെ ആദ്യത്തെ മരുമകളെന്നൊക്കെ നീ പറയുന്നത്. ആദ്യം സ്വന്തം കഴിവുകേടുകൾ തിരിച്ചറിയാൻ ശ്രമിക്കണം, എന്നിട്ട് വേണം മരുമകളെ കുറ്റപ്പെടുത്താനെന്ന് മുത്തശ്ശൻ ദേവയാനിയോട് പറഞ്ഞു. അപ്പം ഞാൻ ഒന്നിനും എതിരല്ല അച്ഛാ. അവള് വരുന്നെങ്കിൽ ആദർശ് വിളിച്ചുകൊണ്ട് പൊക്കോട്ടെ, എനിക്കെന്താ.
അപ്പോൾ അവിടെയാണ് നീ ഒരു അമ്മായിയമ്മ അല്ല എന്ന് ഞാനൊക്കെ പറയുന്നതെന്ന് മുത്തശ്ശൻ പറഞ്ഞു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മരുമകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതും അവളെ അംഗീകരിക്കും ചെയ്യേണ്ടത് നീയല്ലേ എന്ന് ചോദിച്ചു. അച്ഛൻ ഞാനായിട്ട് ഒന്നും ചെയ്യില്ല, ഞാൻ അവളുടെ അമ്മായിയമ്മയൊന്നും അല്ല, എനിക്കാണെങ്കിൽ അവളെ മരുമകളായിട്ട് കാണാനും കഴിഞ്ഞിട്ടില്ല, പിന്നെ അതൊരു പക്ഷേ അവൾ ഇവിടേക്ക് വന്നത് ആ രീതിയിലായതുകൊണ്ടാവാം എന്നും ദേവയാനി പറയുക. ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു കുടുംബക്കാർക്ക് യോജിച്ച രീതിയിൽ ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നത് അനാമിക മോള് തന്നെയാണെന്ന് പറഞ്ഞ് അത് ഞാൻ അംഗീകരിക്കുള്ളെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവളെ മരുമകളാണെന്ന് ഇപ്പോഴും പറയുന്നതെന്നും ദേവയാനി ഇവരോട് രണ്ടുപേരോടുമായിട്ട് പറയുന്നു. കഴിഞ്ഞതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല അച്ഛാ, ഞാൻ മറക്കുകയില്ല. കല്യാണത്തിനാണെങ്കിൽ പയ്യൻ്റെ അമ്മ പങ്കെടുക്കുന്ന രീതി നമ്മളുടെ കുടുംബത്തിലില്ല, അതുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു ചതി പറ്റിയത്. കല്യാണം കഴിഞ്ഞ് വധൂവരന്മാർ വരുന്നത് കാത്തിരിക്കും, അങ്ങനെ വരുന്ന മരുമകളെ നിലവിളക്ക് കൊളുത്ത് വീട്ടിലേക്ക് കയറ്റുകയും ചെയ്യുകയാണ് നമ്മുടെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾ ചെയ്യുന്നത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് നയന ഇന്ന് ഇവിടെ നിൽക്കുന്നെന്ന് പറഞ്ഞപ്പം എല്ലാ മരുമക്കളും നല്ലവരായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എങ്കിലും അറിഞ്ഞോ അറിയാതെയോ നിനക്ക് കിട്ടിയ മരുമകൾ എല്ലാ അർത്ഥത്തിലും ഈ കുടുംബത്തിന് ചേർന്നവൾ തന്നെയാണെന്ന് മുത്തശ്ശൻ ദേവയാനിയോട് പറഞ്ഞു. നമ്മളുടെയൊക്കെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് തന്നെയാണ് അവൾ ഈ വീട്ടിൽ ജീവിക്കുന്നതെന്നും എന്നിട്ടും അവളെ അംഗീകരിക്കാൻ പറ്റാത്തത് നിന്റെ മനസ്സിൻ്റെ ആ ഒരു വൈകല്യം കൊണ്ടാണെന്ന് പറഞ്ഞു മുത്തശ്ശൻ. അതെ, വൈകല്യമുള്ള മനസ്സ് എൻ്റേത്, അത് അത്ര പെട്ടെന്നൊന്നും മാറില്ല ചാന്ന് പറഞ്ഞു തുള്ളി ചാടി ദേവയാനി അവരുടെ അരികിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ദേവയാനി അങ്ങ് പോയി കഴിഞ്ഞപ്പം ഇതെന്താ അച്ഛാ ഇങ്ങനെ, ഇവളെ ഞാൻ എങ്ങനെ നേരെയാക്കി എടുക്കുമെന്ന് ചോദിച്ചപ്പം അവൾ നേർവഴിക്ക് വന്നില്ലെങ്കിൽ കൊണ്ടുവരണമെന്ന് പറയുന്നു. അപ്പോൾ നയനമോളുടെ കാര്യം നീ മറക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇല്ല അച്ഛാ നമുക്കത് സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കാമെന്ന് പറഞ്ഞ് ജയനും അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നെ മുത്തശ്ശൻ അവിടെ തന്നെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ നയനയായിട്ടോ ആദർശേട്ടൻ കൈ കൊടുത്തത് അതൊരു വലിയ സന്തോഷമായിട്ട് തന്നെ മനസ്സിൽ കാണുന്ന നയന ഇങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ ആദർശ് പിന്നാലെ ചെന്നിട്ട് നയനെ ഇങ്ങനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച് നയനയുടെ കവിളിൽ ഒരു ഉമ്മയും കൊടുത്തു. അങ്ങനെ നമ്മുടെ നയന ഞെട്ടലോടെ ആദർശിനെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇതെന്താ ഇത് എന്നിങ്ങനെ നമ്മുടെ നയന ചോദിച്ചപ്പം എന്താണെന്ന് മനസ്സിലായില്ല എന്ന് ചോദിച്ച ആദർശം ഭാര്യയായി ഭർത്താവിനെ സ്നേഹിച്ചത് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് ആ ഒരു ഇതിലിങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ നമ്മുടെ നയനയും ആദർശം കൂടെ കണ്ണുകളിൽ ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നു. അപ്പോൾ നയനെ ഇങ്ങനെ ആദർശം ഇങ്ങനെ സ്നേഹം കൊണ്ട് പൊതിയും അവിടെ നിന്ന് വീണ്ടും വീണ്ടും കവിളുകളിൽ ഇങ്ങനെ വാരിക്കോരി ഉമ്മ കൊടുക്കുന്നു. ആ ഒരു സമയം നമ്മുടെ ആദർശം അത് റൂമിലിരുന്ന് ഇങ്ങനെ കണ്ണുകൊണ്ട് അങ്ങനെ മനസ്സിൽ സ്വപ്നം കാണുന്ന കേട്ടോ. അപ്പോഴാണ് നയന റൂമിലേക്ക് കയറി വരുന്നത്. നയന റൂമിലേക്ക് കയറി വന്ന് കഴിഞ്ഞപ്പോൾ ആദർശ് ഇങ്ങനെ സ്വപ്നലോകത്തിരിക്കുന്ന നയനെ കാണുക. ആദർശേട്ടാ എന്നും പറഞ്ഞ് വിളിച്ചു. പെട്ടെന്ന് പറഞ്ഞിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തു പറ്റി, എന്തെങ്കിലും ആലോചിക്കായിരുന്നോ എന്നിങ്ങനെ നയന ചോദിച്ചുകൂടെ ആദർശിനോട്. അത് പിന്നെ ഞാൻ എന്നും പറഞ്ഞ് ആദർശ് ഇങ്ങനെ പപ്പ പഠിക്കുന്നു. അപ്പോൾ ഇവളെൻ്റെ ഭാര്യയല്ലേ, പിന്നെ ഇവരുടെ മുന്നിൽ ഞാനെന്തിനാ ഇങ്ങനെ നിന്ന് വിറയ്ക്കുന്നേ എന്ന് ആദർശം മനസ്സിൽ ചിന്തിക്കുന്നു. എന്താ ഇങ്ങനെ ആലോചിച്ച് കൂട്ടണേ എന്ന് നയന ചോദിച്ചപ്പോൾ ഞാനൊരു കഴിവില്ലാത്ത ഭർത്താവാണെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെന്ന് ചോദിച്ചു. ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് അത്ഭുതം തോന്നുന്നത്. വേറൊന്നും കൊണ്ടല്ല, കഴിവുകൾ ഒരുപാടുണ്ടെന്ന് സ്വയം ആലോചിച്ച് അല്ലെങ്കിൽ നടിച്ച് നടക്കുന്ന ആൾ ആദർശേട്ടൻ. പിന്നെ ഈ ചോദ്യത്തിന് എന്ത് പ്രസക്തിയുള്ളേ എന്ന് നയന ആദർശനോട് ചോദിച്ചു. എന്നാലും ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ ഞാനൊരു പരാജയമാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് ആദർശ് പറഞ്ഞു. അപ്പോൾ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് നയന പറഞ്ഞു. ആണോ? അതെ, ആദർശേട്ടൻ ഒരുപാട് കഴിവുള്ള ആളല്ലേ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ കളിയാക്കിയതാണെന്ന് ചോദിച്ചു ആദർശ്. ഞാൻ ഒരിക്കലും ആദർശേട്ടനെ കളിയാക്കാറില്ല എന്ന് നയനെ അന്നേരം പറഞ്ഞു. നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ആവാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു നയനെ. അല്ല എന്ന് വെച്ചാൽ അത് പിന്നെ ഈ ജീവിതം എന്നൊക്കെ പറയുന്നതേ ഒരു പരീക്ഷയാണല്ലോ, അതിൽ ഞാൻ ഫെയിലായിക്കൊണ്ടിരിക്കുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ പിന്നെ വിജയിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നയനെ ചോദിച്ചു. വിജയിക്കാൻ അത് പിന്നെ ഞാൻ എന്നെ തന്നെ ഒന്ന് മാറ്റിയെടുത്താലേ പറ്റൂ എന്ന് ആദർശ് പറഞ്ഞു. അപ്പോഴും നയന ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പം നയന ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ അങ്ങ് നോക്കി. അപ്പോൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒന്ന് തൊട്ടു. അപ്പോൾ ഞാൻ നിന്നെ ഇങ്ങനെ ഒന്ന് തൊടുമ്പോൾ നീ എന്തിനെ അലറി വിളിക്കുന്നതെന്ന് ചോദിച്ചു. എപ്പോൾ? അത് രാത്രിയിലാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ താഴെ കിടന്നുകൊണ്ടിരുന്നതല്ലേ, ഇപ്പോഴല്ലേ ഒരു ബെഡിൽ നമ്മൾ അകന്ന് കിടക്കുന്നത്, പിന്നെ രാത്രിയിൽ വന്ന് തട്ടുമൊക്കെ ചെയ്താൽ പേടിയാവില്ലേ എന്ന് ചോദിച്ചു നയന. അത് കേട്ടപ്പോൾ എടി ഭാര്യ എന്തിനാ ഭർത്താവിനെ പേടിക്കുന്നത് എന്ന് ആദർശ് നയനോട് ചോദിക്കാം. അങ്ങനെ ഒരു അകലം തുടക്കം മുതൽ ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ എന്ന് നയന ചോദിച്ചു. അതിൻ്റെ പേടിയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറഞ്ഞ നയനയോട് ആദർശ് ഇങ്ങനെ അത് പിന്നെ അതൊക്കെ അന്നത്തെ കാര്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പം എന്താ ഇത്ര ചിന്തിച്ചോണ്ട് കൂട്ടുന്നേ, എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടല്ലോ, എന്താണെന്ന് ചോദിച്ചു. അത് പിന്നെ അടുത്തൊരു പെൺകുട്ടി കൂടി ഇങ്ങോട്ടേക്ക് വരിക. അപ്പോൾ നമ്മൾ ഇനിയും ഒരുപാട് മാറാനുണ്ടെന്ന് ആദർശ്. അബിക്കാണെങ്കിൽ ഒരു കുഞ്ഞൊക്കെ ജനിക്കാൻ പോകുന്നു, അവൻ എൻ്റെ അനിയനുമാണ്, അതിലും ഇളയതാ അനി. അവനും കൂടി ഒരു കുഞ്ഞൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലേ നമ്മളെ എല്ലാവരും കളിയാക്കുമോ എന്നുള്ളൊരു ചിന്തയുണ്ട് എനിക്ക് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നയന ഇങ്ങനെ ചിരിച്ചു. എനിക്ക് മനസ്സിലായി എന്താ ഈ ചിന്തിച്ച് കൂട്ടുന്നതെന്ന്. സാരമില്ല, നമ്മുടെ ആഗ്രഹവും നടക്കുമെന്ന് നമ്മുടെ നയന പറയുകയും ചെയ്തു. ആദർശമായിട്ട് മാറാൻ ശ്രമിക്കുക,
ആ മാറ്റത്തിന് വേണ്ടി ഞാനും കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മുടെ നയന ഇങ്ങനെ പറയുമ്പോൾ ആദർശ് ഇങ്ങനെ നോക്കുക കേട്ടോ. മനസ്സുകൊണ്ട് എന്നെ വെറുക്കാതിരുന്നാൽ മതിയെന്നും നയന പറഞ്ഞിട്ട്, ഈ മനസ്സിൽ എന്നും എനിക്കൊരു ഇത്തിരി സ്ഥാനം അത് മാറ്റിയിട്ടാൽ മാത്രം മതി, മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു നയന. അതും പറഞ്ഞ് നമ്മുടെ നയനെ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം ആദർശ് ഇങ്ങനെ അവിടെ നിന്ന് നയനെക്കുറിച്ച് മാത്രം ചിന്തിക്കാം. ഞങ്ങൾ തമ്മിൽ ആദ്യമേ ഒരു അകലം ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ എല്ലാം ശരിയാക്കാൻ ഒരിത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും എന്നൊക്കെ ആദർശ് ഇങ്ങനെ സ്വയം അവിടെ നിന്ന് ചിന്തിക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവം ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ ദേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ഇങ്ങനെ സ്റ്റെയർ ഇറങ്ങി വരുന്നു. അപ്പോഴത്തേക്കും ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ദേ നമ്മുടെ അനാമിക മോള് കയറി വരുന്നു. അപ്പോഴേക്കും അയ്യോ അനാമിക മോളെന്ന് പറഞ്ഞ് തുള്ളിച്ചാടിക്കൊണ്ട് ദേവയാനി ചെല്ലുന്നു. ആരെയും വരുന്നതെന്നൊക്കെ ചോദിച്ച്. ആ സമയം ഇവിടെ ഒരാൾക്ക് വലിയ അവാർഡൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞു, അതിനൊരു പ്രസന്റ് തരാൻ വന്നതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക മോള് പറഞ്ഞപ്പം നയനമോളെ ബെസ്റ്റ് ഇന്ത്യൻ ഡിസൈനറായി തിരഞ്ഞെടുത്തിരിക്കുകയാണെന്നുള്ള കാര്യം അനിയുടെ അച്ഛൻ പറഞ്ഞു. ചാനൽ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. ഇന്നത്തെ താരം നയനമോളാണെന്നും. എന്തോന്ന് താരമാണെന്നാ ജനി പറയുന്നേ എന്ന് ദേവയാനി അന്നേരത്തേക്കും ചോദിക്കുക കേട്ടോ. അവൾ ആർട്ട് വർക്കും കടയൊക്കെ ആയിട്ട് നടന്നതല്ലേ, അപ്പോൾ ഇതൊന്നും അത്ര വലിയ കാര്യമല്ലെന്ന് പറഞ്ഞ് ദേവയാനി ഇങ്ങനെ പറയുമ്പോൾ ജയൻ ഇങ്ങനെ നോക്കുക. അനാമികയൊന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഈ വീട്ടിലെ മരുമകളായിട്ട് ആദ്യമായി വരാൻ പോകുന്നത് അനാമിക മോള് തന്നെയാ. അപ്പോൾ രണ്ടുപേരുമോ മറ്റു രണ്ടുപേരുമോ എന്ന് അനാമിക ചോദിച്ചു. അവരെ ഇവിടെ ആരും മരുമക്കളായിട്ട് കൂട്ടിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി കളിയാക്കി പറയും. അപ്പോഴത്തേക്കും നവ്യയും അതുപോലെ കനകവും കൂടി അങ്ങോട്ടേക്ക് വന്നു. കല്യാണം കഴിഞ്ഞ് ഭർത്താവിട്ട താലിയായിട്ടൊരു വീട്ടിലേക്ക് കയറി ചെന്നാലേ ആ പെൺകുട്ടി ആ വീട്ടിലെ മരുമകൾ തന്നെയാ എന്ന് നവ്യ ദേവയാനിയെ വെല്ലുവിളിച്ചു പറയുന്നു. അപ്പോൾ ദേവയാനി ഒരിക്കലും ഓർത്തില്ല നവ്യ ദേവയാനിയുടെ തലക്കെട്ട് കൊടുക്കും എന്നുള്ള കാര്യം. അപ്പം ജയൻ പറഞ്ഞു മോള് പറഞ്ഞു ശരിയാണെന്ന്. എന്തോന്നും ശരി എന്ന് ദേവയാനി. ഇവൾ എങ്ങനെയാ ഈ വീട്ടിലേക്ക് വന്നത്, ഇവളുടെ അനിയത്തി എങ്ങനെയാ വന്നത് എന്നൊക്കെ ദേവയാനി ചോദിക്കുക കേട്ടോ. അപ്പോൾ കനകവും നവ്യ ഇങ്ങനെ നിൽക്കുന്നു. ആദ്യം മുഖം മറിച്ച് ഒരുത്തി ആദർശിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതിനുശേഷം ഇവളെങ്ങനെയാ വന്നതെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ അനാമിക കേൾക്കുക കേട്ടോ. അഭിയുടെ വിവാഹം നിശ്ചയിച്ചപ്പോൾ ഇല്ലാത്ത ഗർഭം ഉണ്ടെന്നും പറഞ്ഞാൽ ഇവള് കടന്നു വന്നത്. ഇതൊക്കെ കേട്ട് അനാമിക സന്തോഷിക്കുന്നു. എന്ന് വെച്ചാൽ മാന്യമായിട്ടല്ല ഇവളുമാരുടെ അമ്മ ഇവളുമാരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. അപ്പം നയനയും ആദർശം ഇറങ്ങി വരിക. ആ സമയത്ത് എന്തായാലും നയനേട്ടത്തേക്ക് എൻ്റെ വകയൊരു പ്രസന്റ് എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങ് ചെന്നു. അപ്പോൾ പ്രസന്റോ എന്ന് ചോദിച്ചപ്പോൾ നയനമോൾക്ക് അവാർഡ് കിട്ടിയതിന് അനാമിക മോള് പ്രസന്റായിട്ട് വന്നതാണെന്ന് ജയൻ പറഞ്ഞു. അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നല്ലോ മോളെ, എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ താങ്ക്സും പറഞ്ഞു. മോൾ ഇനി ഇവളുമാർക്ക് ഇങ്ങനെയുള്ള സമ്മാനമൊന്നുമായിട്ട് ഇങ്ങോട്ട് വരരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി പറയാം. അതൊക്കെ കേട്ടപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ കലി കയറി ഇരിക്കുക കേട്ടോ. ഈ വീട്ടിൽ വരാനുള്ള അർഹത രണ്ടെണ്ണത്തിനും ഇല്ല, അത് ഞാൻ എവിടെയും പറയുമെന്ന് പറഞ്ഞ് ദേവയാനി പറയുമ്പോൾ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ആദർശ് നേരം ചോദിച്ചു. എടാ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണോടാ നീ പറ. ഈ വീട്ടിലെ ആദ്യത്തെ മരുമകളാണ് അനാമിക മോളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% സത്യമാണെന്നുള്ള കാര്യം ദേവയാനി വീണ്ടും പറയുന്നു. അനാമിക അന്നേരം ഇങ്ങനെ നിൽക്കുക. ഒരു മരുമകൾ ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവൾ ആ വീടിൻ്റെ മരുമകളാണെന്ന് അമ്മയ്ക്ക് തോന്നണം, എങ്കിൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. അങ്ങനെ തോന്നിയെങ്കിൽ മാത്രമേ അവർ ആ വീടിന് അലങ്കാരമാകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വലിയ ഇതായിട്ട് പറയാം. അനാമികയെ പൊക്കി പിടിച്ചുകൊണ്ട് തന്നെ ആദർശന് ദേഷ്യം വരുന്നുണ്ട്. അജയ നീ നിന്റെ ഭാര്യയും 100% തൃപ്തിയോടെ അല്ലേ അനാമിക മോളെ ഇങ്ങോട്ടേക്ക് കൈപിടിച്ച് കയറ്റാൻ പോകുന്നത് എന്ന് ദേവയാനി ജയനോട് ചോദിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ മരുമകളെന്ന് വിളിക്കാൻ അർഹതയുള്ളത് അനാമിക മോൾക്ക് മാത്രമാണെന്ന് പറഞ്ഞു. നീയൊക്കെ മോളുടെ പാദസേവ ചെയ്യേണ്ടവരാണെന്നൊക്കെ ദേവയാനി പറഞ്ഞപ്പം ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളാം അമ്മേ, അങ്ങനെ ചെയ്യുമ്പോഴെങ്കിലും ഞങ്ങളെ ഒന്ന് അംഗീകരിച്ചാൽ മാത്രം മതിയെന്ന് നയന പറഞ്ഞു കേട്ടോ ദേവയാനിയോട്. അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ നിൽക്കാനുള്ള അവകാശമുണ്ട്. നീ അടുക്കളക്കാരി ആകുന്നില്ല എന്ന് തീരുമാനിച്ചാൽ നാളെ മുതൽ നിനക്ക് പുറത്തിറങ്ങാം, മൂർത്തീസ് ജ്വല്ലറിയിലെ മെയിൻ ഡിസൈനർ ആവുകയും ചെയ്യാമെന്ന് നവ്യ പറഞ്ഞു. അപ്പോൾ ധൈര്യം ഉണ്ടെങ്കിലേ ഇവളൊന്ന് പോയി നോക്കട്ടെ എന്ന് ദേവയാനി. അപ്പോൾ വെല്ലുവിളിയൊന്നും വേണ്ട അമ്മേ, വെല്ലുവിളിച്ച് നീ എന്ത് ചെയ്യൂടി എന്ന് ചോദിച്ചു ദേവയാനി നയനയോട്. അപ്പോൾ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു. എന്താടാ ഇവിടെ ഒരു ബഹളം എന്നും ചോദിച്ചുകൊണ്ട്. അപ്പോൾ ദേവയാനിയുടെ വായിൽ കോലിട്ടതുപോലെ അവിടെ നിൽക്കുക കേട്ടോ. അങ്ങ് ഭയങ്കര സൈലൻ്റ് ആയിപ്പോയി പുള്ളിക്കാരി. അപ്പോൾ എന്താ ആരും ഒന്നും മിണ്ടാത്തേന്ന് ചോദിച്ചു മുത്തശ്ശൻ. ഞാൻ കേട്ടു കുറേയൊക്കെ. മോൾക്ക് മൂർത്തീസ് ജ്വല്ലറി ഡിസൈനർ ആകണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് മുത്തശ്ശൻ ചോദിച്ചപ്പം ഇല്ല എന്ന് പറഞ്ഞു. ഉണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം ഞാൻ പറഞ്ഞതുപോലെ മോൾ ഇവൻ്റെ അരികിൽ ഒരു കസേരയിൽ ഇരുന്നിരിക്കും എന്ന് മുത്തശ്ശൻ തന്നെ വിളിച്ചു പറയുന്നു. ദേവയാനിക്ക് വലിയ ആളാകാൻ കിട്ടിയതല്ലേ, അപ്പം നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ദേവയാനിയോട് ചോദിച്ചപ്പോൾ ദേവയാനി ഉണ്ടക്കണ്ണും വീഴ്ചിങ്ങനെ നിൽക്കുക. അപ്പം ഞങ്ങളൊന്നും ഈ വീട്ടിലെ മരുമക്കളല്ലെന്നാ അമ്മായി പറഞ്ഞതെന്ന് നവ്യ തന്നെ പറഞ്ഞു കൊടുത്തപ്പം അങ്ങനെ പറഞ്ഞാൽ ഇവളും ഞങ്ങളുടെ മരുമകളല്ലെന്ന് മുത്തശ്ശൻ പറഞ്ഞു. ഞാൻ അന്തസ്സായിട്ടല്ലേ ഈ വീടിൻ്റെ പടി കടന്ന് വന്നത് എന്ന് ചോദിച്ചപ്പം പടി കടന്നു വന്ന അന്തസ്സായിട്ട് തന്നെ, പക്ഷെ നിനക്കൊരു മരുമകൾ വന്നതിൽ പിന്നെ നിനക്ക് അന്തസ്സില്ലാതായി. ഒരുപാട് പേർക്ക് അഭയം കൊടുത്തിട്ടുള്ളവരാണ് അനന്തപുരിക്കാർ. പലരെയും എപ്പോഴും സംരക്ഷിക്കുന്നുണ്ട്, വീടിനകത്തായിട്ടും പുറത്തായിട്ടും ഒക്കെ. ആ ചരിത്രമൊക്കെ നിനക്ക് അറിയാവുന്നത് തന്നെയല്ലേ എന്ന് ചോദിച്ചു.
അങ്ങനെയുള്ളവർ പോലും നിലമറന്ന് പെരുമാറുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയപ്പോൾ ഇവരിങ്ങനെ ആലോചിക്കാം കേട്ടോ. എന്നാൽ കല്യാണം നടന്നത് എങ്ങനെയായാലും എൻ്റെ കൊച്ചുമക്കളുടെ ഭാര്യമാരാണ് ഇവർ രണ്ടുപേരും. അതിൻ്റേതായ മാന്യത അവർക്ക് കൊടുത്തേ പറ്റുമെന്ന് മുത്തശ്ശൻ അടിവരയിട്ട് പറഞ്ഞു ദേവയാനിയുടെ മുന്നിൽ. അതിന് മാറ്റം വരരുതെന്ന്. അനാമിക മോള് നാളെ അനിയുടെ ഭാര്യയായി വന്നു കഴിഞ്ഞാൽ 3 പേർക്കും തുല്യ സ്ഥാനം തന്നെയാണ് ഈ വീട്ടിലുള്ളത്. പിന്നെ മൂത്ത മരുമകൾ എന്ന നിലയിൽ നിനക്ക് ലഭിക്കുന്ന സ്നേഹവും ബഹുമാനവും ഇപ്പൊ മക്കളുടെ മൂത്ത മരുമകളായ നയനമോൾക്ക് കൊടുത്തേ പറ്റൂ എന്ന് തറപ്പിച്ച് തന്നെ നമ്മുടെ മുത്തശ്ശൻ അങ്ങ് പറഞ്ഞു കേട്ടോ. എന്ന് വെച്ചാൽ ഇനി കയറി വരുന്ന അനാമികയും നയനമോളെ ബഹുമാനിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞപ്പോൾ അനാമികയ്ക്ക് സുഖിച്ചില്ല. നോക്ക്, പോട്ടെ അച്ഛാ, ഏട്ടത്തി കുറേ കഴിയുമ്പോൾ കാര്യമൊക്കെ മനസ്സിലാക്കിക്കോളൂ എന്ന് ജയം പറഞ്ഞപ്പം മനസ്സിലാക്കിയാൽ കൊള്ളാം. പിന്നെ ഇന്ന് സന്തോഷമുള്ളൊരു ദിവസം, അതുകൊണ്ട് ബ്യൂട്ടി പാർലറിൽ നിന്ന് കുറച്ച് പെൺകുട്ടികൾ ഇങ്ങോട്ടേക്ക് വരും. ഈ വീട്ടിലെ സ്ത്രീകളെ അണിയിച്ചൊരുക്കാനെന്ന് മുത്തച്ഛൻ അന്നേരം പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ, അതെന്തിനാണെന്നുള്ളൊരിതിലെ. ഇന്ന് നയനി ഉൾപ്പെടെയുള്ളവർ ആൾക്കാരല്ലേ ഇന്ന് വെച്ച് വിളമ്പുന്നത്. ഇന്ന് എല്ലാവർക്കും വിശ്രമം കൊടുക്കാം, അണിഞ്ഞൊരുങ്ങിയിട്ട് അവരെല്ലാവരും ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. നമ്മളാണ് ഇന്ന് ഈ വീടിൻ്റെ പാചകക്കാര്. എന്താ അജയാ? അപ്പോൾ അത് കൊള്ളാം. പക്ഷേ അച്ഛ ആര് പാചകം ചെയ്യുമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം നീയും ഞാനും ഇവനും ഉൾപ്പെടെയുള്ള ഈ വീട്ടിലെ ആണുങ്ങളെല്ലാവരും ചേർന്ന് എന്താടാ മോനെ എന്ന് ചോദിച്ചപ്പം ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു ആദർശം. എന്നാൽ പിന്നെ നിങ്ങളെല്ലാവരും റെഡി ആയിക്കോ, നല്ല അസല് ബ്യൂട്ടീഷ്യന്മാർ ഇപ്പം തന്നെ വരും. അത് കഴിഞ്ഞ് എല്ലാവരും ഗ്ലാമറൊക്കെ ആയിട്ട് പുറത്ത് പോയി എൻജോയ് ചെയ്തോളാൻ പറഞ്ഞു. ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ നിന്നാകാം. എന്താ ദേവയാനി? അങ്ങനെ ആയിക്കോട്ടെ അച്ഛാ. എടാ അജയാ, അവനോട് പോയി വിവരം പറ, ജയനോട് എന്നും പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടിട്ട് മുത്തച്ഛൻ അങ്ങ് പോയി. ദേവയാനിയെ തളർത്തി കളഞ്ഞിട്ട് മുത്തച്ഛൻ അങ്ങ് പോയി. എൻ്റെ മോൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടികൾക്ക് വാരിക്കോരി സ്നേഹം കൊടുക്കണമെന്നൊക്കെ ഞാൻ കരുതിയതാ, അതെന്തായാലും നടന്നില്ലെന്ന് അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ ദേവയാനി വീണ്ടും പറയുന്നു. പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. പിന്നെ ഇവനും അനിയൻ തമ്മിൽ എനിക്ക് വ്യത്യാസം ഒന്നുമില്ല. അതുകൊണ്ട് അനിയുടെ ഭാര്യ എന്നുള്ള നിലയിൽ എൻ്റെ മരുമോൾക്ക് കൊടുക്കേണ്ട സ്നേഹം കൂടി ഞാൻ നിനക്ക് തരുമെന്ന് അനാമികയോട് പറയുന്നു ദേവയാനി. അനാമിക എന്തോ നേട്ടം കിട്ടിയ ഒരു അന്തസ്സിൽ ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അനാമികയ്ക്ക് ഇവർ രണ്ടുപേരും ഇഷ്ടമല്ലല്ലോ. ഈ സമയം നയനെ നീ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനിയുടെ അഹങ്കാരത്തിന് മുന്നിൽ നിന്ന് നയനയെ വിളിച്ചുകൊണ്ട് ആദർശ് അങ്ങ് പോയി. ആ സമയത്ത് ഭയങ്കര ചിരിയൊക്കെ ചിരിച്ച് അനാമിക ഇങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു കേട്ടോ. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നന്ദി.